നമസ്കാരം. എന്തുണ്ട് ഡോക്ടർ വിശേഷം? പത്മജ, ഞാൻ പിന്നെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കൂടെ അറിയുന്നുണ്ട്, അറിയാം. ഡോക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിവിടെ എറണാകുളത്ത് കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് കുട്ടികളെ ചികിത്സിച്ച് ജീവിക്കുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്, നല്ല ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്. ഞാൻ മറ്റേ സൈഡ് രാഷ്ട്രീയം കണ്ട് ജീവിക്കുന്ന ആളാണ്, പക്ഷെ അതിനെക്കാട്ടി ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ്. ഇപ്പൊ നല്ല സമയമല്ലേ? നല്ല സമയം. അതെ, നല്ല ഇപ്പൊ തുടങ്ങി. ഇനിയിപ്പോൾ ഈ മഴ തുടങ്ങിയാൽ അങ്ങോട്ട് സ്കൂൾ തുടങ്ങി, മഴച്ചാറ്റിൽ കൊണ്ട് ഞാൻ സുഖമായിട്ട് വരുന്ന സമയം തുടങ്ങി. പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്ന ഒരു ഫീൽഡ് സെലക്ട് ചെയ്തതിന് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. അതെ, എനിക്ക് ആദ്യം തന്നെ ഒരു ഡോക്ടറാണെന്നുള്ള ആഗ്രഹമായിരുന്നു കുട്ടിക്കാലം തൊട്ട്. ആ കാലത്തൊക്കെ ഞാനൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് വളർന്നിട്ടുള്ളതാണ്. കൊല്ലത്തും ഫാദർ ഇൻകം ടാക്സിലായിരുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ആയത്, ഇങ്ങനെ പല സ്ഥലത്ത് പോയി പഠിക്കും. അപ്പോൾ കൊല്ലം ഗവൺമെൻറ് സ്കൂളിൽ നിന്നാണ് പാസ്സായത്. അന്ന് ആ കാലത്ത് നല്ല മാർക്കോടി പാസ്സായി. പിന്നെ മെഡിസിന് അഡ്മിഷൻ കിട്ടി. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഡോക്ടറാവണമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ MBBS പഠിക്കുമ്പോൾ തന്നെ 2-3 എനിക്ക് ഇഷ്ടപ്പെട്ട 2 സ്റ്റുഡൻസ് കാലിക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പീഡിയാട്രിക്സ് പോയി അവർ റോൾ മോഡലായിട്ട് എടുത്തിട്ടാണ് എനിക്കൊരു പീഡിയാട്രിഷ്യൻ ആവണം എന്നുള്ളൊരു. പിന്നെ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു ഫീൽഡ് വേറെ ഇല്ല. കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുമാതിരി വെറ്ററിനറി സയൻസ് പോലെയാണ്. ആദ്യമൊന്നും സംസാരിക്കില്ല, നമ്മളെല്ലാം കണ്ടുപിടിക്കണം. എന്നാൽ അത് ത്രില്ലാണ്. പിന്നെ ഒരു കുഞ്ഞിൻ്റെ അസുഖം മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സംതൃപ്തി വേറെ ഒരു ഫീൽഡിലും കിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രസവം കഴിഞ്ഞ് കുട്ടികൾ വലുതാവുമ്പോഴും ഈ ഡോക്ടറോട് ഭയങ്കര തീർച്ചയായിട്ടും. ഈവൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉദാഹരണം നമ്മുടെ ദിവ്യ ഉണ്ടെങ്കിൽ ഒരു 18 വയസ്സ് വരെ എൻ്റെ അടുത്തൊന്നും പോകാറില്ല. അപ്പോൾ പോകാൻ പറഞ്ഞാലും പിന്നെ എൻ്റെ അടുത്ത് തന്നെ വരാറുള്ളൂ. അപ്പോൾ ആ ഒരു ബന്ധം വിടില്ല പല കുട്ടികൾക്കും ഇപ്പോഴും സ്നേഹമായിട്ട് ഇങ്ങനെ. സ്വന്തം മക്കളെ ആദ്യമായിട്ട് ഡോക്ടർ തന്നെയാണോ? അല്ലല്ല, അത് സമ്മതിക്കാറില്ല. അത് ഏറ്റവും വലിയ തടസ്സം അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു. ഞാൻ അധികം മരുന്ന് കൊടുക്കാത്ത കാരണം മാറിയില്ലെങ്കിൽ ഉടനെ വിളിച്ചു പറയും അവൻ ചികിത്സ ശരിയാവില്ല, വേറെ ആരും കാണിക്കാൻ പറയും. അവിടെ ഡോക്ടർ ശബരീനാഥ് എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ ഫേവറേറ്റ് ഡോക്ടർ. അപ്പൊ പറയും സ്വന്തം മക്കളെ ചികിത്സിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ശബരീനെ വിളിക്കും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. പക്ഷെ എന്നോട് വലിയ കാര്യമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഏകദേശം ഒരു മുല്ലയോടുള്ള സ്നേഹം എന്നോടും ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് രാഷ്ട്രീയ വിശേഷങ്ങൾ? നല്ല ടിവിയിൽ കാണുന്ന വിശേഷങ്ങൾ തന്നെ. പിന്നെ പൊതുവേ നമ്മളൊന്നും അങ്ങനെ ടെൻഷൻ എടുക്കുന്ന പ്രകൃതമല്ല. ഞാൻ ഒട്ടുമല്ല. ഞാൻ ഒട്ടും ടെൻഷൻ എടുക്കില്ല. അതായത് ആളൊക്കെ പറയപ്പോഴും എനിക്ക് കുറച്ച് ടെൻഷനുള്ള ക്യാരക്ടറാണ്, പക്ഷെ ഇദ്ദേഹം കൂളാണ്. ഞാൻ വളരെ കൂളാണ്. കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് കണ്ട് പഠിച്ചിട്ടുള്ളൊരു ഗുണം, അച്ഛനൊരിക്കലും ഇങ്ങനത്തെ തിരക്കുകൾ വീട്ടിലേക്ക് കൊണ്ടില്ല. വീട്ടിൽ വന്നാൽ വളരെ കൂളായിരിക്കും. ഇത്രയും ടെൻഷനുള്ളൊരു മനുഷ്യനാണെന്ന് തോന്നില്ല. അത് തന്നെയാണ് ഇപ്പം ഞാനും ഞാൻ വീട്ടിൽ വന്നാൽ വേറൊരാളാണ്. രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ല. നമ്മൾ കുടുംബത്തിലെ കാര്യങ്ങൾ പിന്നെ എല്ലാം ഞാൻ ആളുമായിട്ട് ഡിസ്കസ് ചെയ്യും, പറഞ്ഞു തരും. കാരണം നന്നായിട്ട് രാഷ്ട്രീയക്കാരനല്ലെങ്കിലും അതിനേക്കാളും നന്നായിട്ട് അത് പഠിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ന്യൂസ് വായിച്ചില്ലെങ്കിൽ പോലും രാവിലെ അതെനിക്ക് പറഞ്ഞു തരും, ഇന്ന ന്യൂസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ. അപ്പോൾ ഒരു ഹെൽപ്പും കൂടിയാണ് എനിക്ക് സത്യം പറയണം. അങ്ങനെ പക്ഷെ പൊതുവേ രാഷ്ട്രീയം ഞങ്ങൾക്ക് വീട്ടിലങ്ങനെ കൊണ്ടുവരാൻ താല്പര്യമില്ല പൊതുവെ. പക്ഷെ നിങ്ങളുടെ വീട് മുഴുവൻ അതാണ്. അതുകൊണ്ടായിരിക്കാം ചെറുപ്പം തൊട്ട് ഇത് കണ്ട് മക്കളൊക്കെ കൂടുമ്പം അവരാരും രാഷ്ട്രീയം പറയില്ല, ഞങ്ങൾ 4 പേരും പറയില്ല. പക്ഷെ എൻ്റെ സണ്ണിലൊക്കെ ഇങ്ങനെ ഇപ്പം തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു അവനും പഠിച്ചു തുടങ്ങി രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഡോക്ടർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഫീൽഡാണ് രാഷ്ട്രീയം. ഞാൻ അകലെ നിന്ന് അപ്രിഷിയേറ്റ് ചെയ്യും, അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ ഗ്രാൻഡ് മദർ തൃശ്ശൂർ പണ്ട് അന്തിക്കാട് എന്നുള്ള സ്ഥലത്ത് അന്ന് കമ്മ്യൂണിസം ഏറ്റവും കൂടുതൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ 57 EMS മിനിസ്റ്റർ വരുമ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അന്തിക്കാട്. എനിക്കൊന്ന് കേരളത്തിലെ മോസ്കോ എന്നൊക്കെ ഇന്ത്യയിലെ മോസ്കോ എന്നായിരുന്നു ആ നാടിനെ വിളിച്ചിരുന്നത്. ചിത്തൊഴിലാളികളും ഉള്ളൊരു സ്ഥലങ്ങളായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ അന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. ആ ഒരു ഹെഡ് മിസ്സസ് ആയിരുന്നു. അപ്പോൾ അമ്മമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട്. കുറൂർ നീലകണ്ഠൻ നമ്പൂരിപ്പാടും EM സുധീരനൊക്കെ അന്ന് മണലൂർ മണ്ഡലത്തെക്കാറിൽ. അപ്പോൾ അന്ന് എന്ത് കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിലുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തും. അമ്മമ്മയുടെ കയ്യിൽ നിന്ന് ആദ്യം 150 രൂപ വാങ്ങിച്ചിട്ടുണ്ട് ഇവരൊക്കെ പൈസ കെട്ടി വയ്ക്കാൻ വന്നത്. അപ്പോൾ അന്നേ ഒരു കോൺഗ്രസ് രാഷ്ട്രീയം കണ്ടു വളർന്നിട്ടുള്ള ആളായിരുന്നു ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് രാഷ്ട്രീയം പിന്നെ പഠിക്കാൻ പോയി. എന്നാലും ഞാൻ രാഷ്ട്രീയം ഫോളോ ചെയ്തിരുന്നു. ഒരിക്കലും കോൺഗ്രസ് വിട്ട് പോയിട്ടില്ല. പലരും ഫാദറിൽ വരെ കോൺഗ്രസ് വിട്ട് പോയപ്പോൾ നമ്മൾ കോൺഗ്രസ്സിൽ തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അന്ന് അതിൽ വിശ്വസിച്ചു, അല്ലേ വേറൊരു പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഫീൽഡിൽ വന്നു പെട്ടു. പക്ഷേ ഈ കല്യാണം വന്നപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞത് പ്രൊഫഷൻ മറക്കരുത്, അങ്ങനെയാണെങ്കിൽ ഇത് ഡിസൈഡ് ചെയ്തോളൂ. ആ വാക്ക് ഞാൻ പാലിച്ചു. ഞാൻ രാഷ്ട്രീയത്തിൽ പോയില്ല. ഇവൻ മുരളിക്കും പൽമതിക്കും രാഷ്ട്രീയം വരുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ എനിക്ക് പോയി. അച്ഛൻ പല സ്വകാര്യ സംഭാഷണങ്ങൾ എന്നോട് ചോദിക്കാൻ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ. ഇവിടെ ആ സമയത്ത് ഞാൻ ട്രൈ ചെയ്ത ഇവൻ ഇപ്പം നേതാക്കൾ A.K. ആന്റണി ഒന്നും എനിക്ക് എതിര് പറയില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ അച്ഛനോട് കൊടുത്ത വാക്കൊന്നും പാലിച്ചിട്ടുണ്ട്. പത്മജ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവർക്ക് അറിയാം മുരളിയുടെയും പത്മജയുടെയും രക്തത്തിലൊക്കെ രാഷ്ട്രീയമാണല്ലോ. അവിടെ ജീൻസും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അവസാന സമയത്ത് എല്ലാം പത്മജ നോക്കിയിരുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കാണുമ്പോൾ പിന്നെ
വേറൊരു എപ്പോഴും എനിക്ക് എൻ്റെ ഐഡിയയിൽ ഒരു പാർട്ണർ എപ്പോഴും ഒരു ജോലി ഇൻവോൾവ് ആവുന്നതാണ് എനിക്കിഷ്ടം. വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ തുരുമ്പുടിച്ച് പോകുന്ന കേട്ടുന്നില്ല. ഏതെങ്കിലും ഫീൽഡ് വർക്ക് ചെയ്യണം സ്ത്രീകൾ എന്നും. പക്ഷെ അതിലിറങ്ങിയ ഒട്ടും ഫാമിലി നോക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായി വലുതായി പിന്നെയാണല്ലോ ഞാൻ ഇറങ്ങിയത്.